67 ലക്ഷം രൂപ. ഞാൻ പറഞ്ഞു ഇനിയും കൊടുക്കാം, 1 കോടി രൂപ വരെ കൊടുക്കാം. പക്ഷേ ഖേദകരം എന്ന് പറയട്ടെ, ഇതുവരെ അതിന് പെർമിഷൻ കിട്ടിയില്ല. ഓരോ കാരണങ്ങൾ പറഞ്ഞ് അസംബ്ലി ലോക്സഭ തെരഞ്ഞെടുപ്പ് വരെ നീട്ടി. ലോക്സഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു വേറൊരു കാരണം പറഞ്ഞ് അതിനെ നിഷേധിച്ചു. ഞാൻ ധനകാര്യമന്ത്രിയെ അസംബ്ലിയിൽ കണ്ട് ആവശ്യപ്പെട്ടിരിക്കുക, ഈ നാടിന്റെ വികസനത്തിന് അനിവാര്യമാണ്. മറ്റേത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ എന്റെ വ്യക്തിപരമായ അല്ലെങ്കിൽ എന്നെ സഹായിക്കുന്നവരുടെ വ്യക്തിപരമായ സംഭാവന കൊണ്ട് നടത്തിയ മാളിയേക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അവരുടെ ട്രസ്റ്റ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനെ സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷെ ഇവിടെ ഈ നാടിന് വേണ്ടി, ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ യുവാക്കൾക്ക് വേണ്ടി ഞാൻ കൊടുത്ത ഫണ്ടാണ് 63 ലക്ഷം രൂപ. ഈ ഇതുവരെ അനക്കിയിട്ടില്ല. ഇത് വികസനത്തിന് നമുക്ക് ഇതല്ല. ഈ നാടിന്റെ വികസനമായിരുന്നു എന്റെ പിതാവ് കണ്ട സ്വപ്നം. നിങ്ങറിയ പുതുപ്പള്ളിയിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാവണമെന്ന ആഗ്രഹത്തിൽ തലപ്പാടിയിൽ സ്ഥലം മാറ്റി വെച്ചു. തലപ്പാടിയിൽ ഇന്ന് പക്ഷേ ഇതുവരെ ഇൻപേഷ്യന്റ് ഇല്ല, ഹോസ്പിറ്റലില്ല. എന്താ ഹോസ്പിറ്റൽ ഇല്ലാത്ത? നമുക്ക് വികസനത്തിന്റെ കാര്യത്തിൽ ഒന്നിച്ചിരിക്കാം. രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ നമുക്ക് പല അഭിപ്രായങ്ങൾ കണ്ടേക്കാം. വികസനത്തിന്റെ കാര്യത്തിൽ ഒന്നിച്ചിരിക്കാം. അതിനെന്തിനാ മാറി നിൽക്കുന്നത്? എന്റെ പിതാവ് അദ്ദേഹത്തെ ഓർക്കുന്ന ഒരു വർഷത്തിലേക്ക് അടുക്കുകയാണ്. ഇതിൽ പരം ഒരു ആദരവ് പുതുപ്പള്ളിയിലെ ജനങ്ങൾ, കൂരപ്പുഴ ജനങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാറില്ല. ഇതിൽ പരം ഒരു ആദരവ് കേരളത്തിലെ ജനങ്ങൾ കൊടുക്കാറില്ല. നിങ്ങൾക്കറിയാം, വിഴിഞ്ഞം പോർട്ട് ഇവിടെ കടന്നു വന്നു. വിഴിഞ്ഞം പോർട്ടിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷിപ്പ്, മദർ ഷിപ്പ് അദ്ദേഹം കണ്ട സ്വപ്നമാണ്. 2011 ഇന്ന് ഞാൻ ഓർക്കുന്ന ഒരു രംഗമുണ്ട്. എന്റെ വീട്ടിന് മുന്നിൽ ക്ലിഫ് ഹൗസിന്റെ ഡോർ തുറന്ന് ഒരു സംഘം ആളുകൾ അദ്ദേഹത്തെ വളരെയധികം പ്രഷറൈസ് ചെയ്യുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് വിഴിഞ്ഞം വേണം. 2004 UDF സർക്കാർ വീണ്ടും കൊണ്ടുവന്നതാണ്. 5 വർഷക്കാലം 6 തൊട്ട് 11 വരെ ഒന്നും ചെയ്തില്ല. അടുത്ത വർഷം കുറ്റം പറയാൻ വേണ്ടി പറയുന്നില്ല, യാഥാർത്ഥ്യങ്ങളാണ്. 2011 അദ്ദേഹം ഒരു വാക്ക് കൊടുത്തു, ഞാൻ ജീവനോടുണ്ടെങ്കിൽ വിഴിഞ്ഞം നടപ്പാക്കിയിരിക്കും. എന്റെ മുന്നിൽ വെച്ച്, എന്റെ ചെവിക്ക് വെച്ച് കേൾക്കെ പറഞ്ഞതാണ്, ഞാൻ ജീവനുണ്ടെങ്കിൽ വിഴിഞ്ഞം നടപ്പാക്കുമെന്ന്. അദ്ദേഹം കണ്ട സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു.